വിവാദ കൃഷി ഓഫീസർ ജിഷാമോളുടെ തട്ടിപ്പുകൾക്ക് പിന്നാലെയാണ് ആലപ്പുഴ പോലീസ്. സിനിമാ കഥയെപ്പോലും വെല്ലുന്നതാണ് ജിഷയുടെ ജീവിതം. ചെറുപ്പക്കാർ ഉൾപ്പെടെ നിരവധി പുരുഷന്മാരുമായി നിഗൂഢമായ ബന്ധം. ഒട്ടേറെ യുവാക്കളാണ് ഇവരുടെ ചതിയിൽപ്പെട്ടത്. കള്ളനോട്ട് കേസിനെക്കുറിച്ച് അന്വേഷിച്ച പോലീസിന് ലഭിച്ച വിവരങ്ങളാണിത്. എഡിറ്റഡ് ചിത്രങ്ങളും ഹണി ട്രാപ്പും അടക്കം സംഭവബഹുലമാണ് അന്വേഷണ സംഘത്തിൽ ലഭിച്ച വിവരങ്ങൾ. കണ്ടാൽ താളപ്പിഴകൾ ഒന്നും തോന്നാത്ത ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥ, സമീപിക്കുന്ന ആരെയും വാക്ചാതുരിയും പെരുമാറ്റവും കൊണ്ട് കൈയിലെടുക്കുന്നവൾ. എന്നാൽ സങ്കീർണതകളും ദുരൂഹതകളും നിറഞ്ഞതാണ് എം ജിഷമോൾ എന്ന മുൻ എടത്വ കൃഷി ഓഫീസറുടെ ജീവിതമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 9 വർഷങ്ങൾക്ക് മുമ്പാണ് ജിഷമോൾ പാലക്കാട് സ്വദേശിയെ പരിചയപ്പെടുന്നത്. പാരൽ കോളേജ് അധ്യാപകനും കർഷകനുമായ ഇയാൾ കൃഷി സംബന്ധമായ ചില ആവശ്യങ്ങൾക്കാണ് ജിഷയെ സമീപിക്കുന്നത്. ബന്ധം വളരുകയും വിവാഹത്തിലേക്ക് എത്തുകയുമായിരുന്നു. സർവീസിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന കാലത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാനും സഹതാപം പിടിച്ചുപറ്റാനും വേണ്ടിയാണ് ജിഷ ഗർഭം ധരിച്ചതെന്നാണ് ഇയാൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത്. മകൾക്ക് 1 വയസ്സോളമായപ്പോൾ ജിഷയുടെ ചില അസ്വാഭാവിക പെരുമാറ്റങ്ങൾ സഹിക്കാനാവാത്തത് മൂലം ബന്ധം ഒഴിവാക്കുകയായിരുന്നുവെന്നാണ് പാലക്കാട് സ്വദേശിയുടെ മൊഴി. പരിചയപ്പെടുന്ന പുരുഷന്മാരുമൊത്തുള്ള ചിത്രങ്ങൾ പകർത്തുന്ന രീതി ജിഷയ്ക്ക് പതിവായിരുന്നു. കൃഷി ഓഫീസിലും മറ്റിടങ്ങളിലുമായി സൌഹൃദം സ്ഥാപിച്ച പലരുമൊത്തുള്ള നിരവധി ചിത്രങ്ങൾ പോലീസ് കണ്ടെടുത്തു. പിന്നീട് ഇവർ വിട്ടുപോകാതിരിക്കാനായി ഈ ചിത്രങ്ങൾ ഉപയോഗിക്കുമായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. അത്തരത്തിൽ അകപ്പെട്ട ഒരാളാണ് ടാക്സി ഡ്രൈവറായ 24-കാരൻ. ചില സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്യാനായി ജിഷയെ സമീപിച്ച ഈ ചേർത്തല സ്വദേശി പിന്നീട് വീട്ടിലെ നിത്യസന്ദർശകനും താമസക്കാരനുമായി മാറുകയായിരുന്നു. മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ വെച്ച് ഇയാളെ വിവാഹം കഴിച്ച രീതിയിലുള്ള നിരവധി ചിത്രങ്ങൾ ജിഷയുടെ ഫോണിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ടാക്സി ഡ്രൈവറുമായി പ്രണയബന്ധത്തിലായിരുന്ന പെൺകുട്ടിയെ ഒഴിവാക്കുന്നതിനായി ജിഷ ഈ ചിത്രങ്ങൾ ഉപയോഗിച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ജിഷയ്ക്ക് കള്ളനോട്ടുകൾ നൽകിയെന്ന് അന്വേഷണ സംഘം ആദ്യം കരുതിയ മലപ്പുറം സ്വദേശിയും സമാനമായ രീതിയിൽ അകപ്പെട്ട ആളാണ്. കള്ളനോട്ടുകൾ കൈമാറിയ കളരിയാശാൻ അജീഷുമായി സൗന്ദര്യ മത്സരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ജിഷ അടുക്കുന്നത്. പിന്നീട് ജിഷയുടെ വീട്ടിൽ സർവ്വ സ്വാതന്ത്ര്യങ്ങളുമുള്ള ആളായി അജീഷ് മാറി. കള്ളനോട്ട് വ്യാപാരത്തിന് ജിഷ കൂട്ടുനിന്നത് സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമിട്ടല്ലെന്നും ഇരുവരും തമ്മിലുള്ള സ്നേഹബന്ധം മുറിയാതിരിക്കാനാണെന്നുമാണ് പോലീസ് നിഗമനം. 10,500 രൂപയുടെ കള്ളനോട്ടുകൾ അജേഷ് നൽകിയപ്പോൾ ഓൺലൈൻ ട്രാൻസ്ഫർ വഴി ജിഷ പകരം നൽകിയത് 11,000 രൂപയാണ്. അറസ്റ്റിലായ ശേഷം പേരൂർക്കട മാനസിക ചികിത്സാ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ജിഷയെ തിരികെ മാവേലിക്കര സബ് ജയിലിൽ എത്തിച്ചിട്ടുണ്ട്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ഉടൻ അപേക്ഷ നൽകും. കേസിൽ നിഗൂഢതകളുടെ ചുരുളുകൾ ഇനിയുമേറെ അഴിക്കാനുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ന്യൂസ് 18 ആലപ്പുഴ.